കൂലി എന്ന സിനിമയിൽ അമീർ ഖാന്റെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത്. സിനിമയിൽ അഭിനയിക്കാൻ അമീർ ഖാൻ ഒരു രൂപ പോലും വാങ്ങിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. 15 മിനിറ്റാണ് കൂലിയിൽ സിനിമയിൽ അമീർ ഖാന്റെ അതിഥി വേഷമുള്ളത്. രജനികാന്ത് എന്ന താരത്തോടും ചിത്രത്തിന്റെ ടീമിനോടുമുള്ള സ്നേഹപ്രകടനമാണ് ഈ അതിഥി വേഷമെന്നും അതിനാൽ പ്രതിഫലം കൈപ്പറ്റിയിട്ടില്ലെന്നും അമീർ ഖാന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. കൂലിയിലെ അതിഥി വേഷത്തിന് താരം 20 കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമമാവുകയാണ്. കൂലിയുടെ കഥ പോലും മുഴുവനായി കേൾക്കാതെയാണ് സമ്മതം മൂളിയതെന്ന് ഹൈദരാബാദിൽ നടന്ന ചിത്രത്തിന്റെ ഓഡിയോ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ അമീർ ഖാൻ വെളിപ്പെടുത്തിയിരുന്നു. ലോകേഷ് എന്നെ കാണാൻ വന്നു. എന്തിനാണ് അദ്ദേഹം എന്നെ കാണാൻ വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് കൂലിയെപ്പറ്റി സംസാരിക്കാനാണ്. താങ്കൾ ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂലി രജനി സാറിന്റെ സിനിമയാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ തിരക്കഥ പോലും കേൾക്കാതെ സമ്മതം മൂളുകയായിരുന്നു. എന്റെ കരിയറിൽ ഒരുപക്ഷെ ആദ്യമായിരിക്കാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അമീർ ഖാൻ പറഞ്ഞു. കൂലിയിൽ രജനികാന്തിന് ആദ്യം പ്രതിഫലമായി നിശ്ചയിച്ചിരുന്നത് 150 കോടിയായിരുന്നു എന്നും പിന്നീട് അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡ് കടന്നതോടെ പ്രതിഫലം 200 കോടിയായി ഉയർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. നാഗാർജുനയ്ക്ക് 10 കോടിയും സത്യരാജിന് 5 കോടിയും ഉപേന്ദ്രയ്ക്ക് 4 കോടി രൂപയുമാണ് പ്രതിഫലം എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംവിധായകൻ ലോകേഷ് കനകരാജിന് 50 കോടിയും സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദറിന് 15 കോടിയുമാണ് പ്രതിഫലമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശ്രുതി ഹാസന് 4 കോടിയും പൂജ ഹെഗ്ഡയ്ക്ക് 3 കോടിയും സൗബിൻ ഷാഹിറിന് 1 കോടി രൂപയും കൂലി സിനിമയിൽ പ്രതിഫലം ലഭിച്ചു എന്നും റിപ്പോർട്ടുണ്ട്.